എല്ലാ കണ്ണുകളും തിരുവനന്തപുരത്തെ MN സ്മാരകത്തിലേക്കാണ്. അവിടെ CPIയുടെ അതിനിർണായകമായ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. എന്ത് തീരുമാനമെടുക്കും? ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI പങ്കെടുക്കുമോ? ഏത് രീതിയിലാണ് സർക്കാരിലെ പ്രതിഷേധം അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്ന് CPI തീരുമാനിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമാകുക മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമോ തുടങ്ങിയ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI എങ്ങാനും വിട്ടുനിന്നാൽ അത് അസാധാരണമായ പ്രതിസന്ധി LDF ഉണ്ടാക്കും. അങ്ങനെ ഒരു കടുത്ത നീക്കത്തിലേക്ക് CPI പോകുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കെ CPIയുടെ തീരുമാനം എന്തായാലും അത് മുന്നണിയെ തന്നെ ബാധിക്കുന്നത് തന്നെയാണ്. മാത്രമല്ല, നിലവിൽ CPI എടുക്കുന്ന നിലപാട് പോലും മുന്നണിയെ ഉലച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ തേടുന്നത്. വിജിൻ ബായാന്തോട് വിശദാംശങ്ങൾ നൽകും. വിജിൻ, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം MV ഗോവിന്ദനൊക്കെ തിരക്കിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ MN സ്മാരകത്തിൽ യോഗം തുടങ്ങിക്കഴിഞ്ഞു കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ യോഗത്തിന് മുമ്പായി ഒരു അനുനയിക്കങ്ങളും അവിടെ നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ MN സ്മാരകത്തിൽ ഇപ്പോൾ CPI എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ്? ആ തീരുമാനം എങ്ങനെയായിരിക്കും LDFനെ ബാധിക്കാൻ പോകുന്നത്? മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ? ഷെയ്ഖുദ്ദീൻ, ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ യോഗങ്ങളും അതീവ നിർണായകമായ യോഗങ്ങൾ തന്നെയാണ്. ഒന്ന്, CPM എന്ത് തീരുമാനിക്കുന്നു എന്നത് ഒരു ഭാഗത്ത്. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം MN സ്മാരകത്തിൽ ചേരും. അതായിരിക്കും അതിനേക്കാൾ വലിയ നിർണായകമായ നീക്കങ്ങളായി മാറുക. ഒപ്പം തന്നെ വൈകിട്ട് 3:30 മന്ത്രിസഭാ യോഗം ചേരുക. ഈ മന്ത്രിസഭാ യോഗവും അതീവ നിർണായകമാണ്. നവംബർ 1-ാം തീയതി അവതരിപ്പിക്കേണ്ട പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കേണ്ട പല പദ്ധതികളുമാണ് ആ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ആലോചനയിലേക്കാണ് നിലവിൽ CPI മന്ത്രിമാർ പോകുന്നത് എന്നുള്ളതാണ്. CPIയുടെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ അതിനുള്ള തീരുമാനമെടുക്കും. അതിനിടയിലാണ് നിർണായകമായ നിലയിലുള്ള ഒരു അനുനയ നീക്കവും CPM-ന്റെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ CPM-ൽ ഇപ്പോൾ ഔദ്യോഗികമായവർ സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അനൌദ്യോഗികമായി CPM-ൽ ഉരുത്തിരിഞ്ഞ ഒരു ഫോർമുല എന്ന് പറയുന്നത്, അതായത് NEP കേരളത്തിൽ നടപ്പിലാക്കില്ല, ഒപ്പം തന്നെ PM പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന കാര്യത്തിലുള്ളൊരു ആലോചന കൂടി CPM ഇപ്പോൾ നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിലെ SSK ഫണ്ട് ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ കിട്ടുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിയിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണ് എന്നറിയിച്ചൊരു കത്ത് കൊടുക്കാനുള്ള ആലോചന CPM-ൽ ഇപ്പോൾ സജീവമാകുന്നുണ്ട്. കാരണം CPI ഒരു കാരണവശാലും അയയാതിരിക്കുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPI മന്ത്രിമാർക്കും ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം കേരളത്തിലെ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഭരണതലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്ന പ്രഖ്യാപനങ്ങളാണ് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ടത്. അതിൽ CPI വകുപ്പുകളിലെ തന്നെ പ്രഖ്യാപനങ്ങളുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഒരു ദിവസത്തേക്ക് മാത്രം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അത് എത്രമാത്രം CPIക്കും മന്ത്രിമാർക്കും പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യത്തിലുള്ള ആലോചനയും നടക്കും. അങ്ങനെ ഈ ഘട്ടത്തും വലിയ തരത്തിലുള്ള അസാധാരണമായ CPM-നകത്ത് തന്നെ ചില പുനർവിചിന്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പക്ഷെ അത് അത്ര എളുപ്പമല്ല. കാരണം ധാരണാപത്രം ഒപ്പിട്ട ശേഷം പിന്നോട്ട് പോവുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. അതിന് കേന്ദ്രം കൂടി വിചാരിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതി ഒപ്പിട്ട ശേഷം പദ്ധതി നടപ്പിലാക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് CPIയെ ബോധിപ്പിക്കാൻ CPM-നാവില്ല. കാരണം അതും പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു തീരുമാനം അറിയിക്കുമ്പോൾ CPI അത് എത്രത്തോളം മുഖവിലേക്ക് എടുക്കുമെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. മാത്രമല്ല, CPM-ന് എത്രത്തോളം അത് പ്രാക്ടിക്കലായി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. പദ്ധതിയിൽ നിന്ന് എളുപ്പം പിന്മാറാൻ എന്തായാലും CPM-നോ സർക്കാരിനോ നിലവിൽ കഴിയില്ല. അതിന് കടമ്പകൾ ഏറെയുണ്ട്. ഒപ്പം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൽക്കാലം CPI അനുനയിപ്പിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ നിലവിലുള്ളത്. അങ്ങനെ ഒരു ഫോർമുലയാണ് നിലവിൽ CPM-ന് CPIക്ക് മുന്നിൽ വെക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായാലും ഈ പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാകാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. കാരണം കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് തീരുമാനമെടുത്താൽ പിന്നീട് കോടതിയെ സമീപിക്കുകയായിരിക്കും സർക്കാരിന് മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. ഇപ്പോൾ തൽക്കാലം CPI അനുനയിപ്പിക്കാൻ ഇങ്ങനെ ഒരു കത്ത് നൽകുന്ന കാര്യത്തിലുള്ള ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. പക്ഷേ അതിനും CPI വഴങ്ങുമോ എന്നറിയില്ല. രണ്ട് ഓപ്ഷനാണ് CPIക്ക് മുന്നിൽ. ഒന്ന്, ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാത്രം
വിട്ടുനിൽക്കുക. അടുത്ത മന്ത്രിസഭാ യോഗം ആകുന്നതിന് മുമ്പ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു 1.5 മാസം കഴിഞ്ഞ് മാത്രമേ മന്ത്രിസഭാ യോഗം ചേരാനുള്ള സാധ്യതയുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നീട് മന്ത്രിസഭാ യോഗം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാത്രം വിട്ടുനിൽക്കുക. പിന്നീട് ഉള്ള വിഷയങ്ങൾ അത് കഴിഞ്ഞുള്ള ആശയവിനിമയത്തിലും ഒപ്പം തന്നെ ഒരു അനുനയ നീക്കത്തിലും ഒക്കെ പരിഹരിക്കപ്പെടട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാം. CPM ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. ഒരു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടുകൂടി CPIയുടെ ഈ കടുത്ത എതിർപ്പ് ഒഴിവാകും. കാരണം തെരഞ്ഞെടുപ്പ് നടപടികളിലേക്കൊക്കെ പോകും. പാർട്ടി ഘടകങ്ങളും ഒപ്പം തന്നെ മുന്നണി എന്ന നിലയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറേണ്ടി വരും. ആ ഘട്ടത്തിൽ CPI താനെ വഴങ്ങിക്കോളും എന്നുള്ള ഒരു നീക്കമൊക്കെ CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അതിനും CPI എന്തായാലും നിന്നുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ CPI നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. ഒരു കാരണവശാലും ഈ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ PMSP പദ്ധതിയിൽ നിന്ന് പിന്മാറാതെ മറ്റൊരു തരത്തിലുള്ള ഒരു അനുനയത്തിനും തയ്യാറാകേണ്ടതില്ല എന്ന നിലപാട് കർശനമായി തന്നെ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പലതവണയായി CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ഒപ്പം തന്നെ ഇന്ന് വീണ്ടും സെക്രട്ടേറിയറ്റ് യോഗം ചേരാനും ഒക്കെ തീരുമാനമെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് അത് പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കേണ്ട പദ്ധതികൾ ഒക്കെയാണ്. അതിൽ CPIയുടെ ഉൾപ്പെടെ വകുപ്പുകളിലെ പ്രഖ്യാപനങ്ങൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു മന്ത്രിസഭാ യോഗത്തിൽ തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ച നിലയിൽ മാറി നിന്നാൽ ഏത് തരത്തിൽ സർക്കാരിന്റെ നിയമസഭയിലെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ആശങ്ക, ഒരു ആശയക്കുഴപ്പം നിലവിൽ എന്തായാലും നിലനിൽക്കുന്നുണ്ട്.